പേര് ഷാഹിന. ഞാൻ വരുന്നത് എറണാകുളം മരട് എന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ പഠിക്കുന്നത് 3ാം ക്ലാസ്സിലാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നടന്ന ചില കാര്യങ്ങളാണ്. ജൂൺ 22-നാണ് എൻ്റെ ബർത്ത്ഡേ. അന്ന് വീട്ടുകാരും കൂട്ടുകാരും അങ്ങനെ കുറേ ആൾക്കാർ വന്നായിരുന്നു. ബർത്ത്ഡേൻ്റെ അന്ന് ഞാൻ നോക്കുന്നു, ഉമ്മ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. ആ സമയത്ത് ഞാൻ വാപ്പാനെ നോക്കുന്നു, എന്നേക്കാൾ സുന്ദരനായി ഒരുങ്ങി വാപ്പ വന്നു. അപ്പോൾ ഉമ്മ വാപ്പാനോട് ചോദിച്ചു, ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ ആണോ അതോ മോളുടെ ബർത്ത്ഡേ ആണോ? അപ്പോൾ വാപ്പ പറയുക, എടി എല്ലാവരുടെയും മുമ്പിൽ കുറച്ച് ഗെയിമൊക്കെ കാണിക്കണ്ടേന്ന്. അങ്ങനെ ബന്ധുക്കളൊക്കെ വന്നു. ഞാനിങ്ങനെ കേക്ക് മുറിക്കാൻ പോകുന്ന സമയത്ത് വാപ്പാക്ക് ഒരേ നിർബന്ധം, എൻ്റെ ബർത്ത്ഡേ വിഷസ് ഓടക്കുഴലിലൂടെ അറിയിക്കണമെന്ന്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും വാപ്പ കേട്ടില്ല. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ വാപ്പ നല്ലോണം ഓടക്കുഴൽ വായിക്കും. അവസാനം വാപ്പ എവിടുന്നോ ഓടക്കുഴൽ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്ന് വാപ്പാൻ്റെ ചുണ്ടിൽ ചേർത്ത് വെച്ചൊന്നൂതി. അതിൽ നിന്നൊരു കടന്നൽ വന്ന് വാപ്പാൻ്റെ ചുണ്ട് ഒറ്റ കുത്ത്. വാപ്പാൻ്റെ ചുണ്ടി നീരായി. ആദ്യം വലിയ ഗമയോടെ നടന്ന വാപ്പ കടന്തലൂത്തിയ സമയത്ത് കൊച്ചു പിള്ളേർ കരയുന്ന പോലെ കിടന്ന് കരഞ്ഞു. എല്ലാവരും പറഞ്ഞു, നിന്റെ വാപ്പ അവിടെ ഇരുന്ന് കരയട്ടെ, നമുക്ക് കേക്ക് മുറിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കേക്ക് മുറിച്ച് കഴിച്ചു. വാങ്ങിച്ചുകൊണ്ട് വന്ന വാപ്പയ്ക്കോ അതിൽ നിന്നൊരു തുള്ളി പോലും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഉമ്മച്ച ബിരിയാണിയും കഴിച്ചു. വാപ്പയ്ക്ക് അതിൽ നിന്നും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ രാത്രി ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു എല്ലാവരും പോയി. വേദന സഹിക്കാനാവാതെ വാപ്പ ഉമ്മേനെ വഴക്ക് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ചുണ്ടത്ത് കുറച്ച് തേൻ തേച്ചാൽ ഇത് 1 ദിവസം കൊണ്ട് മാറിക്കോളുന്നു. അങ്ങനെ വാപ്പാൻ്റെ ചുണ്ടത്തുമ്മ തേൻ തേച്ച് കൊടുത്തു. വാപ്പ ചെന്ന് കിടന്നുറങ്ങി. ഞങ്ങളും കിടന്നുറങ്ങി. രാത്രി ആയപ്പം വാപ്പാൻ്റെ മുറിന്ന് ഭയങ്കര നിലവിളി കേൾക്കുന്നു. ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കുന്നു, വാപ്പാൻ്റെ ചുണ്ടത്ത് കുറേ ഉറുമ്പുകൾ കടിച്ച് നേരത്തേക്കാളും നീരായപ്പം. അത് മാറാൻ 2 ആഴ്ച കഴിഞ്ഞു. അല്ല, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങളൊന്നും ചിരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ തട്ടിയും മുട്ടിയൊക്കെ കണ്ട് ഞാൻ കിടന്നു ഇരുന്നു ആലോചിച്ചിരിക്കുന്നേ. നിങ്ങൾ എനിക്കൊരാവശ്യം വന്നപ്പോൾ നിങ്ങളൊന്നും ചിരിക്കുന്നില്ലല്ലേ? അങ്ങനെ വാപ്പിക്ക് 2 ആഴ്ച കഴിഞ്ഞ് അത് മാറാൻ. അങ്ങനെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനാ ഇപ്പം ഇത് ഇവിടെ പറയുന്നതെന്നല്ലേ? കാര്യമുണ്ട്. വാപ്പ ഇന്നലെ പറഞ്ഞു, എൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് വാപ്പ ഒരു പാട്ടുണ്ടാക്കി വാപ്പ സ്വന്തമായിട്ട് ട്യൂണിട്ട് വാപ്പ സ്വന്തമായിട്ട് മൗത്ത് ഓർഗനിൽ കൂടെ പാടുന്നു. ഓടക്കുഴലിലൂടെ പാടിയപ്പോഴേ വാപ്പയ്ക്ക് ഒരാഴ്ച പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഇനി മൗത്ത് ഓർഗനിൽ കൂടെ പാടുമ്പോൾ എന്താവോ എന്തോ. അപ്പം നിങ്ങളായിട്ട് പറഞ്ഞ് വാപ്പാൻ്റെ ഈ മൗത്ത് ഓർഗനിൽ കൂടെ ഉള്ള പാട്ടൊന്നും എനിക്ക് ഒഴിവാക്കി തരണം. നിങ്ങൾ പറഞ്ഞ് ഈ ലോകം മുഴുവനും കേൾക്കും. അവസാനം വാപ്പ നാണം കെട്ടി ഈ പാട്ടിൽ നിന്ന് ഒഴിവാകും. നന്ദി, നമസ്കാരം.